കാലത്തിനടയാളങ്ങൾ കണ്ണു തുറന്നു കണ്ടിടുവിൻ. കാലം അതിനുടെ അന്ത്യത്തിൻ കർത്താവിൻ വരമാഗതമായി. നാസറെത്തും ഫാത്തിമയും മെഴുകുറിയായും ചൊല്ലുന്നു, ലോകം ഈ വിധം പോയിടി നാശത്തിൽ ചെന്നെത്തിയിടും. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വിക ദൈവത്തിൻ്റെ അത്യുന്നത നാമത്തിന് എന്നും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഷെക്കീന ടി വിയിലെ എൻ്റെ ഏറ്റവും സ്നേഹം നിറഞ്ഞ പ്രേക്ഷകരെ, നിങ്ങളെ ഓരോരുത്തരെയും മറിയം കാലത്തിൻ്റെ അടയാളം എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. പ്രിയമുള്ളവരെ, പരിശുദ്ധ കന്യകാമറിയം ഫാത്തിമയിൽ 3 കുഞ്ഞുങ്ങൾക്ക് പ്രത്യക്ഷപ്പെട്ട് ഈ ലോകത്തിന് ഏറ്റവും ആവശ്യമായ സന്ദേശങ്ങൾ കൈമാറിയതിനെക്കുറിച്ചാണ് കഴിഞ്ഞ എപ്പിസോഡുകളിൽ നമ്മൾ കണ്ടത്. അതിൻ്റെ പശ്ചാത്തലവും ഫാത്തിമ എന്ന വാക്ക് അല്ലെങ്കിൽ ആ ഒരു നാമത്തിൻ്റെ അർത്ഥവും ഫാത്തിമയുടെ പ്രത്യേകതകളുമൊക്കെ കഴിഞ്ഞ എപ്പിസോഡുകളിൽ നാം കാണുവാൻ പരിശ്രമിക്കുകയായിരുന്നു. പ്രിയമുള്ളവരെ, ഇന്ന് പരിശുദ്ധ അമ്മ ഫാത്തിമയിൽ പ്രത്യക്ഷപ്പെട്ട സന്ദേശങ്ങൾ ഏറ്റെടുത്ത ചില വ്യക്തികളുടെ ജീവിതത്തിൽ, പ്രത്യേകിച്ച് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചുകൊണ്ട് ദൈവം അല്ലെങ്കിൽ സ്വർഗം കൂടെ നിന്ന അനുഭവം നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഫാത്തിമ സന്ദേശങ്ങൾ ഒരു പ്രൈവറ്റ് റെവലേഷനാണ്. പ്രൈവറ്റ് റെവലേഷൻ എന്ന് പറയുന്നത് ഒരു സ്വകാര്യ വെളിപ്പെടുത്തലാണ്. സഭയിൽ സ്വർഗത്തിൻ്റെ ഇടപെടലുകൾ 2 രീതിയിൽ കടന്നു വരുന്നുണ്ട്. ഒന്ന് പബ്ലിക് റെവലേഷൻ, 2 പ്രൈവറ്റ് റെവലേഷൻ. ഫാത്തിമയിലെ ഒരു പ്രൈവറ്റ് റെവലേഷനാണ്, സ്വകാര്യ വ്യക്തികൾക്ക് സ്വകാര്യത കർത്താവ് പരിശുദ്ധ അമ്മ വെളിപ്പെടുത്തി കൊടുത്ത സന്ദേശമാണ്. പബ്ലിക് റെവലേഷനും പ്രൈവറ്റ് റെവലേഷനും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? പബ്ലിക് റെവലേഷൻ എന്ന് പറയുമ്പോൾ മനുഷ്യൻ്റെ രക്ഷയ്ക്ക് ഏറ്റവും അനിവാര്യമായതും മനുഷ്യൻ്റെ വിശുദ്ധീകരണത്തിന് ഏറ്റവും ആവശ്യമായതുമായ ചില സത്യങ്ങൾ വിശുദ്ധ ഗ്രന്ഥത്തിലൂടെയും സഭയുടെ വിശുദ്ധ പാരമ്പര്യത്തിലൂടെയും ദൈവം വെളിപ്പെടുത്തി തന്നിട്ടുണ്ട്. ഇപ്രകാരം വിശുദ്ധ ഗ്രന്ഥത്തിലൂടെയും സഭയുടെ വിശുദ്ധ പാരമ്പര്യത്തിലൂടെയും മനുഷ്യരക്ഷയ്ക്ക് ഏറ്റവും അത്യാവശ്യമായ സത്യങ്ങൾ വെളിപ്പെടുത്തി കിട്ടിയിരിക്കുന്നതാണ് പബ്ലിക് റെവലേഷൻസ്. വിശുദ്ധ ഗ്രന്ഥത്തിലാണ് പബ്ലിക് റെവലേഷൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യങ്ങൾ അടങ്ങിയിരിക്കുക. വിശുദ്ധ ലിഖിതത്തിൽ അടിവരയിട്ട് നൽകപ്പെട്ടിരിക്കുന്ന വെളിപ്പെടുത്തലുകളാണ് പബ്ലിക് റെവലേഷൻ എന്ന് പറയുക. അത് സഭയുടെ പാരമ്പര്യത്തിലും നമുക്ക് അത് കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ ഈ പ്രൈവറ്റ് റെവലേഷൻ എന്ന് പറയുന്നത് ഫാത്തിമയിലൊക്കെ ലഭിച്ചതുപോലെ ചില വ്യക്തികൾക്ക് ചില പ്രത്യേക കാര്യങ്ങൾക്ക് വേണ്ടി, ചില പ്രത്യേക ദൗത്യങ്ങൾക്ക് വേണ്ടി, ചില പ്രത്യേകമായ ദൈവിക ഇടപെടലുകൾക്ക് വേണ്ടി നൽകപ്പെടുന്ന സ്വകാര്യമായ വെളിപ്പെടുത്തലുകളാണ്. ഇനി ഈ സ്വകാര്യ വെളിപ്പെടുത്തലുകളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഓരോ സ്വകാര്യ വെളിപ്പെടുത്തലുകളും സ്വർഗത്തിൽ നിന്ന് പരിശുദ്ധ അമ്മയിലൂടെ ലഭിക്കാം, ഈശോയിൽ നിന്ന് നേരിട്ട് ലഭിക്കാം, മറ്റ് വിശുദ്ധരിൽ നിന്ന് ലഭിക്കാം. ഇപ്രകാരം ലഭിക്കുന്ന സ്വകാര്യ വെളിപ്പെടുത്തലുകളൊക്കെ വിശുദ്ധ ഗ്രന്ഥത്തിൽ അതിൻ്റെ ഒരു അടിസ്ഥാനം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതായത് വിശുദ്ധ ഗ്രന്ഥത്തിലൂടെയും
സഭയുടെ പാരമ്പര്യത്തിലൂടെയും വെളിപ്പെട്ട് കിട്ടിയ പബ്ലിക് റെവലേഷൻസിൽ ഈ പ്രൈവറ്റ് റെവലേഷൻസിൻ്റെ എല്ലാ സത്തകളും അടങ്ങിയിട്ടുണ്ടാകും. അതുകൊണ്ട് പ്രൈവറ്റ് റെവലേഷനിലൂടെ നമുക്ക് ലഭിക്കുന്ന ചില വ്യക്തികളിലൂടെ നമുക്ക് ലഭിക്കുന്ന ചില സ്ഥലങ്ങളിലൂടെ ചില അനുഭവങ്ങളിലൂടെ ലഭിക്കുന്ന പ്രൈവറ്റ് റെവലേഷൻസ് ഒക്കെ ഈ പബ്ലിക് റെവലേഷനിൽ നിന്ന് വ്യത്യസ്തമായിരിക്കുകയില്ല. പ്രൈവറ്റായിട്ട് ലഭിക്കുന്ന ഈ റെവലേഷൻസ് ഒക്കെ വിശുദ്ധ ഗ്രന്ഥത്തിലൂടെയും സഭയുടെ പാരമ്പര്യത്തിലൂടെയും ഒക്കെ വെളിപ്പെട്ട് കിട്ടിയിരിക്കുന്ന വിശ്വാസ സത്യങ്ങളിൽ ഉൾപ്പെട്ടിരിക്കുന്നവയായിരിക്കും ഈ പ്രൈവറ്റ് റെവലേഷൻസ്. അതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ ഒന്നായിരിക്കില്ല. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധ അമ്മയുടെ ഫാത്തിമയിലെ വെളിപ്പെടുത്തലുകൾ പ്രൈവറ്റ് റെവലേഷൻ ആണ് എങ്കിലും ഓരോ പ്രൈവറ്റ് റെവലേഷൻസും ദൈവം ഈ ലോകത്ത് നൽകുന്നത് ചില പ്രത്യേക ദൈവിക പദ്ധതികൾ ഈ ലോകത്ത് ക്രമീകരിക്കപ്പെടുന്നതിന് വേണ്ടിയാണ്. എന്നാൽ ഈ പ്രൈവറ്റ് റെവലേഷൻസും പബ്ലിക് റെവലേഷൻസും തമ്മിൽ നമ്മൾ നോക്കുമ്പോൾ വിശ്വാസികൾ എന്ന നിലയ്ക്ക് നമ്മൾ പബ്ലിക് റെവലേഷൻ പരസ്യമായി വിശുദ്ധ ലിഖിതത്തിലൂടെയും സഭയുടെ പാരമ്പര്യത്തിലൂടെയും ലഭിച്ചിരിക്കുന്ന പബ്ലിക് റെവലേഷൻ അത് അതേപോലെ സ്വീകരിക്കുവാൻ ബാധ്യസ്ഥരാണ്. അത് വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്നാണ് പുറപ്പെടുക. ഉദാഹരണമായി യേശുക്രിസ്തു ദൈവപുത്രനാണ് എന്ന സത്യം അത് വിശുദ്ധ ലിഖിതത്തിൽ അടിവരയിട്ട് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു സത്യമാണ്. അതൊരു പബ്ലിക് റെവലേഷനാണ്. അതുപോലെ പ്രിയമുള്ള സഹോദരങ്ങളെ, സഭയിൽ വിശുദ്ധ ഗ്രന്ഥത്തിലൂടെയും വെളിപ്പെട്ട് കിട്ടിയിരിക്കുന്ന പബ്ലിക് റെവലേഷൻസ് ഒരു ക്രൈസ്തവ വിശ്വാസി എന്ന നിലയിൽ നമ്മൾ അത് വിശ്വസിക്കുവാനും അത് പാലിക്കുവാനും നമ്മൾക്ക് ബാധ്യതയുണ്ട്. അത് നിർബന്ധമായും നമ്മളത് ചെയ്തിരിക്കണം. നിർബന്ധമായും അതിൽ വിശ്വസിച്ചിരിക്കണം. നിർബന്ധമായും അത് ഉൾക്കൊണ്ടിരിക്കണം. എന്നാൽ പ്രൈവറ്റ് റെവലേഷൻസ് വിശ്വാസികൾക്ക് ഇപ്രകാരം സ്വീകാര്യമാകണമെന്ന് നിർബന്ധമില്ല. അത് ഓരോരുത്തരുടെയും അവരുടെ ചിന്താഗതിക്കും അവരുടെ വിശ്വാസത്തിനും വിട്ടുകൊടുത്തിരിക്കുകയാണ്. പ്രൈവറ്റ് റെവലേഷൻസ് ഒരിക്കലും നമ്മൾ നിർബന്ധമായും ഉൾക്കൊള്ളണം എന്ന് സഭ പഠിപ്പിക്കുന്നില്ല. നമുക്ക് വേണമെങ്കിൽ സ്വീകരിക്കാം, വേണ്ടെങ്കിൽ അത് വിട്ടുകളയാം. അതാണ് പ്രൈവറ്റ് റെവലേഷൻസും പബ്ലിക് റെവലേഷൻസും തമ്മിലുള്ള വിശ്വാസികളുണ്ടാകുന്ന വ്യത്യാസം. പബ്ലിക് റെവലേഷൻസ് നിർബന്ധമായും നമ്മുടെ വിശ്വാസത്തിൻ്റെ ഭാഗമായതിനാൽ അത് നമ്മൾ ഉൾക്കൊള്ളണം. പ്രൈവറ്റ് റെവലേഷൻസ് വേണമെങ്കിൽ ഉൾക്കൊള്ളാം, ഇല്ലെങ്കിൽ അത് വിട്ടുകളയാം. പ്രിയമുള്ളവരെ, എന്നാൽ ഈ പ്രൈവറ്റ് റെവലേഷൻസ് ഇന്ന് ലോകത്ത് അനേകം വ്യക്തികൾക്ക് ദൈവം നൽകുന്നുണ്ട്. പരിശുദ്ധ അമ്മയിലൂടെയാണ് ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ പ്രൈവറ്റ് റെവലേഷൻസ് ലഭിച്ചിരിക്കുക. ചില വ്യക്തികൾക്ക് ഈശോയിലൂടെയും പ്രൈവറ്റ് റെവലേഷൻസ് ലഭിച്ചിട്ടുണ്ട്. ഉദാഹരണമായി വിശുദ്ധ ഫൗസ്തീനായ്ക്ക് ഈശോ നേരിട്ട് പ്രത്യക്ഷപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ചും കർത്താവിൻ്റെ രണ്ടാം വരവിന് ഈ ലോകത്തെ ഒരുക്കുവാൻ വിശുദ്ധ ഫൗസ്തീനായിലൂടെ കർത്താവ് ഒരുപാട് കാര്യങ്ങൾ ഈ ലോകത്ത് സന്ദേശമായി നൽകിയിട്ടുണ്ട്. അത് ഈശോയിൽ നിന്ന് നേരിട്ട് ലഭിച്ച പ്രൈവറ്റ് റെവലേഷനാണ് ഫൗസ്തീനായിക്ക്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇപ്രകാരം ഓരോ പ്രൈവറ്റ് റെവലേഷൻസിനും അതിൻ്റേതായ പ്രത്യേകതകളുണ്ട്. ആ ഓരോ പ്രൈവറ്റ് റെവലേഷൻസും ഈ ലോകത്ത് എന്തോ ഒരു വലിയ കാര്യം ദൈവം ചെയ്യാൻ പോകുന്നതിൻ്റെ ചില അടയാളവും അതിൻ്റെ ചില മുന്നറിയിപ്പുകളുമൊക്കെ ആകാം. അതുകൊണ്ട് പ്രൈവറ്റ് റെവലേഷൻസും നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ വെളിപ്പെട്ട് കിട്ടിയിരിക്കുന്ന പബ്ലിക് റെവലേഷൻസുമായി താരതമ്യം ചെയ്ത് ഈ കാര്യങ്ങളൊക്കെ നമുക്ക് വിശുദ്ധ ഗ്രന്ഥത്തിൽ കാണാൻ സാധിക്കുന്നുണ്ടോ, നമ്മുടെ വിശ്വാസത്തിൻ്റെ കാതലാണോ ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതൊക്കെ ഒന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രൈവറ്റ് റെവലേഷൻസ് നമ്മൾ സ്വീകരിക്കണം. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇപ്രകാരം ഫാത്തിമയിൽ ലഭിച്ചിരിക്കുന്ന ഈ പ്രൈവറ്റ് റെവലേഷൻസ് എല്ലാം വിശുദ്ധ ഗ്രന്ഥത്തിൽ അടിസ്ഥാനമിട്ട് നമ്മൾക്ക് കാണുവാനായിട്ടും പഠിക്കുവാനായിട്ടും സാധിക്കും. പരിശുദ്ധ അമ്മ ഫാത്തിമയിൽ നൽകിയ ഓരോ സന്ദേശങ്ങൾക്കും അതിൻ്റെ ചില പ്രത്യേകതകൾ ഓരോ വ്യക്തികളും
ഫാത്തിമയിലെ സന്ദേശങ്ങൾ ഏറ്റെടുത്ത് അതവരുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റിക്കഴിഞ്ഞപ്പോൾ അത് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. പ്രിയമുള്ള സഹോദരങ്ങളെ, വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഇപ്രകാരം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. നമ്മൾ ജീവിക്കുന്ന ഈ കാലം സഭയുടെ ചരിത്രത്തിൽ ഏറ്റവും വിഷമകരമായ ഒരു കാലഘട്ടമാണ് എന്ന്. സഭാ ചരിത്രത്തിൽ ഏറ്റവും വിഷമകരമായ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുക. നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ സാത്താൻ ക്രൈസ്തവ വിശ്വാസത്തെ ഈ ലോകത്ത് നിന്ന് ഉന്മൂലനം ചെയ്യുന്നതിന് വേണ്ടി ലോകം മുഴുവനും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന് വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ലോകം മുഴുവനും സാത്താൻ കെണികളൊരുക്കിയിരിക്കുക. എന്തിനു വേണ്ടി? ക്രൈസ്തവ വിശ്വാസത്തെ ഈ ലോകത്തിന് ഉന്മൂലനം ചെയ്യുന്നതിന് വേണ്ടി. ഈ ലോകത്ത് ക്രൈസ്തവ വിശ്വാസം ഉന്മൂലനം ചെയ്തു കഴിഞ്ഞാൽ സാത്താൻ കൊടികുത്തി വാഴുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് നമ്മൾ ജാഗരൂകതയോടുകൂടി ഈ കാലഘട്ടത്തിൽ ആയിരിക്കണമെന്ന് ജോൺ രണ്ടാമൻ മാർപ്പാപ്പ നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നു. ഈ മുന്നറിയിപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ് ഫാത്തിമയിലെ സന്ദേശങ്ങൾ നമ്മൾ സ്വീകരിക്കേണ്ടത്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഫാത്തിമയിലെ പരിശുദ്ധ അമ്മയുടെ സന്ദേശത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദേശമാണ് നിങ്ങൾ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കണമെന്നുള്ളത്. പ്രിയമുള്ളവരെ, പരിശുദ്ധ അമ്മ ജപമാലയെക്കുറിച്ച് ഫാത്തിമയിൽ പറഞ്ഞപ്പോൾ ഇപ്രകാരം പറയുകയുണ്ടായി. ജപമാല പ്രാർത്ഥനയ്ക്ക് ഇപ്പോൾ ഒന്നാം ലോക മഹായുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ഒന്നാം ലോക മഹായുദ്ധത്തെ അവസാനിപ്പിക്കുവാൻ സാധിക്കും. ഒന്നാം ലോക മഹായുദ്ധം അവസാനിക്കണമെങ്കിൽ നിങ്ങൾ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കണം. ജപമാല പ്രാർത്ഥനയുടെ ശക്തി വലുതാണ്. ജപമാല പ്രാർത്ഥനയ്ക്ക് ഒന്നാം ലോക മഹായുദ്ധം അവസാനിപ്പിക്കാൻ സാധിക്കും. മാത്രമല്ല, ലോക സമാധാനം സൃഷ്ടിക്കുവാനും ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ സാധിക്കുമെന്ന് പരിശുദ്ധ അമ്മ ഫാത്തിമയിൽ വെളിപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മളായിരിക്കുന്ന ഈ കാലത്ത് നമ്മൾ ഇപ്പോൾ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന ഈ ലോകം അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന ഈ പ്രശ്നങ്ങൾക്കെല്ലാം ഇന്ന് ഏക പരിഹാരം ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. ഇന്ന് മനുഷ്യൻ പല രീതിയിലും പല പ്രശ്നങ്ങളും പരിഹരിക്കാൻ പരിശ്രമിച്ചിട്ട് പരാജിതരാവുകയാണ്. ഒന്നിനും ഒരു ഫലം കണ്ടെത്തുന്നില്ല. എന്നാൽ സ്വർഗം നൽകിയിരിക്കുന്ന ജപമാല എന്ന ആയുധം കയ്യിലെടുത്ത് ഇപ്പോൾ ഈ കൊറോണ വൈറസിനെതിരായിട്ടായിക്കോട്ടെ, ബ്ലാക്ക് ഫംഗസിനെതിരായിട്ടായിക്കോട്ടെ, ലോകത്ത് ഇന്ന് നമ്മൾ കാണുന്ന ഈ എല്ലാ ദുരിതങ്ങൾക്കുമെതിരായി നമ്മൾ ഒന്നു ചേർന്ന് ഫാത്തിമ സന്ദേശമായ ജപമാല ഐക്യത്തോടു കൂടി ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ ഇതിനൊരു പ്രതിഫലം തീർച്ചയായിട്ടും കാണുവാൻ സാധിക്കും എന്ന് ഉള്ള ഒരു തിരിച്ചറിവ് കൂടി ഇന്ന് നമ്മൾ മനസ്സിലാക്കണം. പ്രിയമുള്ള സഹോദരങ്ങളെ, ഫാത്തിമ സന്ദേശത്തിൻ്റെ പ്രസക്തി ഈ കാലത്ത് വളരെ വലുതാണ്. ഇനി പ്രിയമുള്ളവരെ, ഫാത്തിമയുടെ സന്ദേശം നമ്മുടെ നാടിൻ്റെ വിശുദ്ധിയായ വിശുദ്ധ മദർ തെരേസ വളരെ സീരിയസ് ആയിട്ട് എടുക്കുകയുണ്ടായി. വിശുദ്ധ മദർ തെരേസ ഫാത്തിമ സന്ദേശങ്ങളെക്കുറിച്ച് കൂടെ പറയുമായിരുന്നു. വിശുദ്ധ മദർ തെരേസ ഫാത്തിമയെ ഒരുപാട് സ്നേഹിച്ച ഒരു വിശുദ്ധയാണ്. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, മദർ തെരേസയുടെ ജീവിതത്തിൽ എപ്പോഴും അമ്മയെ നമ്മൾ കാണുവാൻ സാധിക്കുന്നത് ജപമാല കയ്യിലെടുത്ത് എപ്പോഴും നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന ചൊല്ലുന്ന ഒരു മദർ തെരേസയാണ് ആളുകൾ സാധാരണ കണ്ടിരുന്നത്. എപ്പോഴും അമ്മയുടെ കയ്യിൽ ജപമാല ഉണ്ടായിരുന്നു, അമ്മ അത് ചൊല്ലിക്കൊണ്ടിരുന്നു. ഫാത്തിമയിലെ സന്ദേശങ്ങൾ മദർ തെരേസ അനുദിനം ജീവിച്ചിരുന്ന വിശുദ്ധയാണ്. മദർ തെരേസയുടെ ജീവിതത്തിൽ ഒരുപാട് അത്ഭുതങ്ങളും പരിശുദ്ധ അമ്മയിലൂടെ ലഭിച്ചിട്ടുണ്ട്. പ്രിയമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധ അമ്മ വിശുദ്ധ മദർ തെരേസയ്ക്ക് പലപ്പോഴും പ്രത്യക്ഷപ്പെടുമായിരുന്നു. മദർ തെരേസയുടെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മയിൽ നിന്ന് ദർശനങ്ങൾ വിശുദ്ധ മദർ തെരേസയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. ഇതൊക്കെ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ച് ജപമാലയിലൂടെ ശക്തിപ്പെട്ട് കഴിയുമ്പോഴാണ് പരിശുദ്ധ അമ്മയുടെ വ്യക്തിപരമായ ഇടപെടൽ
മദർ തെരേസയ്ക്ക് അനുഭവിക്കാൻ സാധിച്ചിരുന്നത്. അതുകൊണ്ടാണ് മദർ തെരേസ എപ്പോഴും ജപമാല കയ്യിലെടുത്ത് നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന തുടർച്ചയായിട്ട് ചൊല്ലിക്കൊണ്ടിരുന്നത്. പ്രിയമുള്ള സഹോദരങ്ങളെ, വിശുദ്ധ മദർ തെരേസ ഏതെങ്കിലും ശുശ്രൂഷകൾ ചെയ്യുമ്പോൾ കയ്യിലെടുത്ത് ചൊല്ലാൻ സാധിക്കാത്ത സമയത്ത് ആ മദർ തെരേസയുടെ സാരിയിൽ ജപമാല തൂക്കിയിട്ടിരുന്നു. അങ്ങനെ ജപമാലയോടും പരിശുദ്ധ അമ്മയോടും ഫാത്തിമ സന്ദേശങ്ങളോടും ഐക്യപ്പെട്ട് ജീവിച്ച ഒരു വിശുദ്ധയാണ് വിശുദ്ധ മദർ തെരേസ. ഇനി പ്രിയമുള്ള സഹോദരങ്ങളെ, മദർ തെരേസയുടെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മയുടെ വലിയ ഒരു ഇടപെടൽ നമ്മൾ കാണുന്നത് പരിശുദ്ധ അമ്മയുടെ അത്ഭുത മെഡൽ മദർ തെരേസ പ്രചരിപ്പിക്കുകയും അത് മറ്റുള്ളവർ എത്തിക്കുകയും ചെയ്യുവാൻ ഒരുപാട് ശ്രദ്ധിച്ചിരുന്നു. അത്ഭുത മെഡലിനെ കുറിച്ച് നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ. നമ്മൾ ഏതാനും എപ്പിസോഡുകൾക്ക് മുമ്പ് അത്ഭുത മെഡലിനെ കുറിച്ചുള്ള ഒരു എപ്പിസോഡ് നമ്മൾ പങ്കുവയ്ക്കുകയുണ്ടായി. 1830 കാതറിൻ ലബോറ എന്ന് പറയുന്ന ആ വിശുദ്ധയ്ക്ക് മാതാവ് നേരിട്ട് പ്രത്യക്ഷപ്പെട്ട് അത്ഭുത മെഡലിൻ്റെ രൂപങ്ങൾ കാണിച്ചു കൊടുത്ത് ഇതുപോലൊരു മെഡലുണ്ടാക്കി ലോകത്തിന് നൽകുവാൻ ആവശ്യപ്പെട്ടുവല്ലോ. ഈ അത്ഭുത മെഡലിൽ എഴുതി വച്ചിരിക്കുന്ന വാക്ക് ഇപ്രകാരമാണ്: ജന്മഭാവമില്ലാതെ ഉത്ഭവിച്ച പരിശുദ്ധ കന്യകാമറിയമേ, അങ്ങയിൽ ആശ്രയിക്കുന്ന ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ജന്മഭാവമില്ലാതെ ഉത്ഭവിച്ച പരിശുദ്ധ കന്യകാമറിയമേ, അങ്ങയിൽ ആശ്രയിക്കുന്ന ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഇതാണ് അത്ഭുത മെഡലിൻ്റെ ഓവൽ ഷേപ്പിൽ പരിശുദ്ധ അമ്മയുടെ രൂപത്തിന് ചുറ്റും എഴുതി വച്ചിരിക്കുന്ന വാചകം. വിശുദ്ധ മദർ തെരേസ ഈ അത്ഭുത മെഡൽ താനുമായി ബന്ധപ്പെടുന്ന എല്ലാവർക്കും വെഞ്ചരിച്ചു കൊടുക്കുമായിരുന്നു. ഈ പരിശുദ്ധ അമ്മയുടെ വലിയൊരു ഇടപെടൽ അത്ഭുത മെഡലിലൂടെ അനുഭവിച്ച വ്യക്തിയാണ് മദർ തെരേസ. മദർ തെരേസയുടെ ജീവിതത്തിൽ രോഗികളെ ശുശ്രൂഷിക്കുമ്പോൾ അല്ലെങ്കിൽ മനുഷ്യൻ്റെ ശക്തിയിൽ നേടുവാൻ സാധിക്കാത്ത പലതും അഭിമുഖീകരിക്കുമ്പോൾ മദർ തെരേസ അത്ഭുത മെഡൽ ഉപയോഗിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. മദർ തെരേസയുടെ ജീവിതത്തിലെ അത്ഭുത മെഡലിലൂടെയുള്ള ഒരു അത്ഭുതകരമായ ഇടപെടലുണ്ട്. മദർ തെരേസയുടെ സിസ്റ്റേഴ്സിൻ്റെ ഒരു കോൺവെൻറ്റ് അയർലൻഡിലെ ഡബ്ലിനിൽ തുടങ്ങുവാനായിട്ട് അവർ ആഗ്രഹിച്ചു. എന്നാൽ അയർലൻഡിലെ ഡബ്ലിനിൽ ഒരു സ്ഥലം കണ്ടു, നല്ല ഗവൺമെൻറ്റിന് പറ്റിയ സ്ഥലം. എന്നാൽ അത് വാങ്ങിക്കുവാനായിട്ട് പൈസയില്ല. അതുകൊണ്ട് മദർ തെരേസ ചെയ്ത് ഇപ്രകാരമാണ്. മദർ തെരേസ ഒരു ദിവസം അയർലൻഡിൽ പോയ സമയത്ത് അത്ഭുത മെഡൽ, പരിശുദ്ധ അമ്മയുടെ അത്ഭുത മെഡൽ എടുത്ത് ആ സ്ഥലത്ത് കുഴിച്ചിട്ടു. അത് കഴിഞ്ഞ് പ്രാർത്ഥിച്ചു. മദർ തെരേസ തിരിച്ചു വന്നു. തിരിച്ച് കൽക്കട്ടയിൽ വന്ന ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ആ സ്ഥലം വാങ്ങിക്കേണ്ട അത്രയും പൈസ ഡൊണേഷനായി മദർ തെരേസയ്ക്ക് ലഭിക്കുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇതുപോലെ ചില സ്ഥലങ്ങളിൽ മദർ തെരേസ അത്ഭുതമെഡൽ കുഴിച്ചിടുമായിരുന്നു. ചില രോഗികളുടെ അടുത്ത് ഈ അത്ഭുതമെഡൽ കൊണ്ടുപോയി അവരെ സ്പർശിച്ചതിന് ശേഷം മാതാവിനോട് പറയുമായിരുന്നു: മാതാവേ, അമ്മ ഇത് ഏറ്റെടുക്കണം, അമ്മ സഹായിക്കണം. അങ്ങനെ അത്ഭുതകരമായ അനേകർ പരിശുദ്ധ അമ്മ ഇടപെടലിലൂടെ മദർ തെരേസയുടെ പ്രാർത്ഥനയിലൂടെ സുഖപ്പെട്ടിട്ടുണ്ട്. ഇപ്രകാരം പരിശുദ്ധ അമ്മയോട് ഐക്യപ്പെട്ടും അമ്മയുടെ സന്ദേശങ്ങൾ ഉൾക്കൊണ്ടും അത് പ്രചരിപ്പിച്ചും ജീവിച്ച ഒരു വ്യക്തിയായിരുന്നു വിശുദ്ധ മദർ തെരേസ. പ്രിയമുള്ള സഹോദരങ്ങളെ, വിശുദ്ധ മദർ തെരേസയുടെ ജീവിതത്തിൽ നമ്മൾ കാണുന്ന മറ്റൊരു കാര്യമുണ്ട്. ഫാത്തിമയുടെ ഒരു വലിയ സന്ദേശമാണ് പരിശുദ്ധ അമ്മ ഫാത്തിമയിൽ പ്രത്യക്ഷപ്പെട്ട് നൽകിയ ഒരു സന്ദേശമാണ് റഷ്യയുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്നുള്ള സന്ദേശം. റഷ്യയുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. പ്രിയമുള്ളവരെ, ഫാത്തിമയിൽ അമ്മ പ്രത്യക്ഷപ്പെട്ട് റഷ്യയുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് 1917 ആവശ്യപ്പെട്ടു. അതിനുശേഷം സിസ്റ്റർ ലൂസിക്ക് പലപ്പോഴും പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെടുമായിരുന്നു. ഫാത്തിമയുമായി ബന്ധപ്പെട്ട് 22 പ്രാവശ്യം, ഒന്നെങ്കിൽ 1917 പരിശുദ്ധ അമ്മ ഫാത്തിമ പ്രത്യക്ഷപ്പെട്ടപ്പോൾ നൽകിയതും സിസ്റ്റർ ലൂസിക്ക് സ്വകാര്യ വെളിപ്പെടുത്തലുകളിൽ നൽകിയതുമായി 22 പ്രാവശ്യം റഷ്യയുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പരിശുദ്ധ അമ്മ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പ്രിയമുള്ളവരെ, എന്തുകൊണ്ടാണ് റഷ്യയുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അമ്മ അത്ര കർശനമായി പറയാൻ കാരണം അന്ന് നമുക്കറിയാം, മിഖായിൽ ഗോർബച്ചോവ് സോവിയറ്റ് യൂണിയൻ്റെ പ്രസിഡൻ്റായി നിന്നിരുന്ന ആ കാലത്ത് പരിശുദ്ധ അമ്മ 1917 പ്രത്യക്ഷപ്പെട്ടപ്പോൾ മിഖായിൽ ഗോർബച്ചോവ് അല്ല പ്രസിഡന്റ്. കമ്മ്യൂണിസം അവിടെ വളർന്നുകൊണ്ടിരിക്കുന്ന കാലമാണ്. ലോകത്തിൻ്റെ ഓരോ മുക്കിലും മൂലയിലും ഈ നിരീശ്വരവാദ പ്രസ്ഥാനം വളർന്നുകൊണ്ടിരുന്ന കാലം. അതുകൊണ്ടാണ് പരിശുദ്ധ അമ്മ
ഈശ്വരനില്ലാതെ ദൈവത്തെ മാറ്റി നിർത്തി ഒരു സംഘടന മുന്നോട്ട് പോകുമ്പോൾ, ഒരു ആദർശം ലോകത്ത് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് ലോകത്തിന് അപകടകരമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് പരിശുദ്ധ അമ്മ ഫാത്തിമയിൽ പ്രത്യക്ഷപ്പെട്ട് ഈ സന്ദേശം നൽകുക. എന്നാൽ പ്രിയമുള്ള സഹോദരങ്ങളെ, മിഖായിൽ ഗോർബച്ചോവ് സോവിയറ്റ് യൂണിയൻ്റെ പ്രസിഡന്റ് ആയിരിക്കുന്ന ഈ സമയത്ത് വിശുദ്ധ മദർ തെരേസ റഷ്യയുടെ മാനസാന്തരത്തിന് വേണ്ടി കൂടുതൽ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. അതോടൊപ്പം തന്നെ പരിശ്രമിക്കുവാൻ തുടങ്ങി. മദർ തെരേസ പരിശ്രമിച്ചത് ഇപ്രകാരമാണ്: എങ്ങനെയെങ്കിലും ഫാത്തിമ സന്ദേശമായ ഈ റഷ്യയുടെ മാനസാന്തരം ഈ ലോകത്ത് ഉണ്ടാകുന്നതിന് വേണ്ടി ഒരു അത്ഭുത മെഡൽ, അന്ന് റഷ്യയുടെ ആസ്ഥാനമായിരുന്ന സോവിയറ്റ് യൂണിയൻ, അല്ലെങ്കിൽ ഈ നിരീശ്വരവാദ പ്രസ്ഥാനമായ കമ്മ്യൂണിസത്തിൻ്റെ ഒരാസ്ഥാനമൊക്കെ ആയിരുന്ന ക്രെംലിൻ എന്ന സിറ്റിയിൽ, ഈ ക്രെംലിൻ നമുക്കറിയാം, വാളിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. അവിടുത്തെ ആ സിറ്റിയിൽ അവിടെ ഒരു അത്ഭുത മെഡൽ സ്ഥാപിക്കണമെന്ന് വിശുദ്ധ മദർ തെരേസയുടെ വലിയ ആഗ്രഹമായിരുന്നു. അങ്ങനെ ഒരുപാട് പരിശ്രമിച്ചു. ഒരു മദർ തെരേസയുടെ ഉറ്റ സുഹൃത്തായിരുന്ന സ്ലോവാക്യൻ ബിഷപ്പ് ഹിനിൽഡക്ക എന്ന് പറയുന്ന ഒരു ബിഷപ്പിനെ മദർ തെരേസ സ്വാധീനിച്ച് ഈ ബിഷപ്പും മദർ തെരേസയും ഒന്നു ചേർന്ന് ഇതിനു വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഒരു അത്ഭുത മെഡൽ സോവിയറ്റ് യൂണിയനുള്ളിൽ ക്രെംലിനിൽ സ്ഥാപിക്കണം. അപ്രകാരം പരിശുദ്ധ അമ്മയുടെ പ്രത്യേക ഇടപെടൽ അവിടെ കാണുമെന്ന് ഉറപ്പുവരുത്തി മദർ തെരേസ ഈ തൻ്റെ ഉറ്റ സുഹൃത്തായ ബിഷപ്പുമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഇങ്ങനെ 1984 മാർച്ച് മാസം 25 ജോൺ രണ്ടാമൻ മാർപ്പാപ്പ ഫാത്തിമയിലെ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് ലോകത്തെ മുഴുവനും പരിശുദ്ധ അമ്മയുടെ വിമലഹൃദയത്തിന് പ്രതിഷ്ഠിക്കുവാൻ തീരുമാനിച്ചു. മദർ തെരേസ അതിയായി ആഗ്രഹിച്ചത് ഇപ്രകാരമാണ്: ജോൺ രണ്ടാമൻ മാർപ്പാപ്പ 1984 മാർച്ച് മാസം 25 ലോകത്തെ മുഴുവനും റോമിൽ നിന്ന് പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ വിമല ഹൃദയത്തിന് ഫാത്തിമ സന്ദേശങ്ങൾ അനുസരിച്ച് സമർപ്പിക്കുമ്പോൾ റഷ്യയിൽ ക്രെംലിൻ അതേ ദിവസം തന്നെ ഈ ഒരു പരിശുദ്ധ അമ്മയുടെ അത്ഭുത മെഡൽ സ്ഥാപിക്കണം എന്ന് മദർ തെരേസയ്ക്ക് വലിയ ആഗ്രഹമായി. ഇപ്രകാരം മദർ തെരേസ തൻ്റെ ഉറ്റ സുഹൃത്തായ സ്ലോവാക്യൻ ബിഷപ്പിനോട് ഈ കാര്യങ്ങൾ പറഞ്ഞ് ബിഷപ്പ് റഷ്യയിലേക്ക് കടന്നു ചെല്ലുകയാണ്. അങ്ങനെ റഷ്യയിൽ കടന്നു ചെന്ന് 1984 മാർച്ച് 25 തന്നെ ഈ റഷ്യൻ ബിഷപ്പ് റഷ്യയിലെ ക്രെംലിനിൽ ഒരു അത്ഭുത മെഡൽ സ്ഥാപിച്ചത് ഒരു ചരിത്ര സംഭവമാണ്. അന്ന് വളരെ ബുദ്ധിമുട്ടാണ് ഒരു കാത്തോലിക്ക ബിഷപ്പിന് അവിടെ കടന്നു ചെല്ലുക എന്നുള്ളത്. അദ്ദേഹത്തിൻ്റെ റഷ്യയിലേക്കുള്ള യാത്ര നമ്മൾ പരിശോധിക്കുമ്പോൾ കാണുന്നത് അദ്ദേഹത്തെ എയർപോർട്ടിൽ വെച്ച് തടഞ്ഞു. അദ്ദേഹത്തിന് അങ്ങോട്ട് പോകാൻ സാധിക്കാത്ത സാഹചര്യം വന്നു. അപ്പോൾ ബിഷപ്പ് പങ്കുവയ്ക്കുന്ന ഇപ്രകാരമാണ്: മദർ തെരേസ അദ്ദേഹത്തെ അയച്ചപ്പോൾ ഇപ്രകാരം പറഞ്ഞിരുന്നു: പിതാവിൻ്റെ യാത്രയിൽ ഒരു കുഴപ്പവും ഉണ്ടാകാതിരിക്കാൻ ഞാൻ നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുമെന്ന്. കാരണം മദർ തെരേസ ഫാത്തിമയുടെ സന്ദേശങ്ങൾ ഏറ്റെടുത്ത് ചെയ്യുന്ന ഒരു കാര്യമായതുകൊണ്ട് വലിയൊരു ആഗ്രഹമാണ് അതേ ദിവസം തന്നെ ക്രെംലിനിൽ പരിശുദ്ധ അമ്മയുടെ ഈ മെഡൽ സ്ഥാപിക്കണമെന്നുള്ളത്. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചോളാം. അപ്പോൾ എയർപോർട്ടിൽ വെച്ച് തടഞ്ഞു, അങ്ങോട്ട് വിടാൻ സാധിക്കില്ല, തിരിച്ചു വിടുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി ബിഷപ്പിന്. അപ്പോൾ ബിഷപ്പ് വിശുദ്ധ മദർ തെരേസ നൽകിയ ഒരു ജപമാല എടുത്ത് ആരും കാണാതെ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. ബിഷപ്പ് പറയുന്നത് ഇപ്രകാരമാണ്: മദർ തെരേസയുടെ വാക്കുകൾ, ഞാൻ നിരന്തരം യാത്രയിൽ കുഴപ്പമില്ലാതിരിക്കാൻ പ്രാർത്ഥിച്ചു കൊള്ളാം എന്നുള്ള വാക്കുകൾ എന്നെ ശക്തിപ്പെടുത്തി. അങ്ങനെ അവസാനം അത്ഭുതകരമായി എയർപോർട്ടിൽ നിന്ന് പുറത്തു വരുവാനും ഈ ഒരു ദൗത്യം നിർവഹിക്കാനും സാധിച്ചുവെന്ന് ബിഷപ്പ് പങ്കുവയ്ക്കുന്നുണ്ട്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇതിന് ശേഷം ഏതാണ്ട് ഒരു വർഷത്തിനുള്ളിൽ തന്നെ മദർ തെരേസ ഈ ബിഷപ്പിനെ വിളിച്ചൊരു കാര്യം പറഞ്ഞു. അന്നത്തെ സോവിയറ്റ് യൂണിയൻ്റെ പ്രസിഡൻ്റായ മിഖായിൽ ഗോർബച്ചോവ് മദർ തെരേസയെ ഒരു പ്രത്യേക മീറ്റിങ്ങിന് വേണ്ടി മദർ തെരേസയെ ക്ഷണിക്കുകയാണ്. ഒരു കത്തോലിക്ക കന്യാസ്ത്രീയെ റഷ്യയിൽ ഔദ്യോഗികമായ ഒരു മീറ്റിങ്ങിന് ഇതുവരെ ക്ഷണിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. എന്നാൽ മദർ തെരേസയെ ഔദ്യോഗികമായ ഒരു മീറ്റിങ്ങിന് റഷ്യൻ പ്രസിഡന്റ് തന്നെ ക്ഷണിക്കുകയാണ്. ഇപ്രകാരം മദർ തെരേസ അവിടെ കടന്നു ചെല്ലുന്നു. അവിടെ കടന്നു ചെന്ന് ആ ഒരു മീറ്റിങ്ങിനിടയിൽ 1-2 ദിവസം റഷ്യയിൽ താമസിച്ചപ്പോൾ മദർ തെരേസയ്ക്ക് മിഖായിൽ ഗോർബച്ചോവിൻ്റെ ഭാര്യയുമായി നല്ലൊരു സുഹൃത്ത് ബന്ധം സ്ഥാപിക്കാനായിട്ട് സാധിച്ചു. ഇപ്രകാരം ഈ മിഖായിൽ ഗോർബച്ചോവിൻ്റെ ഭാര്യയുമായി നല്ലൊരു സുഹൃത്ത് ബന്ധം മദർ തെരേസ സ്ഥാപിച്ചു കഴിഞ്ഞപ്പോൾ മദർ തെരേസ ഇപ്രകാരം ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചു: എനിക്ക് റഷ്യയിൽ ഒരു 15
കോൺവെൻറ്റുകൾ സ്ഥാപിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അതിനുള്ള സാഹചര്യങ്ങൾ ചെയ്തു തരണമെന്ന് മിഖായിൽ ഗോർബച്ചോവിൻ്റെ ഭാര്യയോട് മദർ തെരേസ ആവശ്യപ്പെട്ടു. പ്രിയമുള്ള സഹോദരങ്ങളെ, മദർ തെരേസ പറയുന്നത് ഇപ്രകാരമാണ്: എന്തുകൊണ്ടാണ് 15 കോൺവെൻറ്റുകൾ സ്ഥാപിക്കാൻ മദർ തെരേസ ആഗ്രഹിച്ചത്? അന്ന് ജപമാലയിലുണ്ടായിരുന്ന 15 രഹസ്യങ്ങൾ, അതായത് സന്തോഷത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും മഹിമയുടെയും 5 രഹസ്യങ്ങൾ, 15 രഹസ്യങ്ങളാണ് ജപമാല ഉണ്ടായിരുന്നത്. പരിശുദ്ധ അമ്മ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കണമെന്ന് ഫാത്തിമയിൽ നിർദ്ദേശിച്ചതനുസരിച്ച് 15 കോൺവെൻറ്റുകൾ സ്ഥാപിക്കാൻ മദർ തെരേസ ആഗ്രഹിച്ചു. എന്നാൽ പ്രിയമുള്ള സഹോദരങ്ങളെ, പിന്നീട് സംഭവിച്ച ഇപ്രകാരമാണ്: മദർ തെരേസയ്ക്ക് 20 കോൺവെൻറ്റുകൾ റഷ്യയിൽ സ്ഥാപിക്കാൻ അവസരം ലഭിച്ചു. അതായത് അന്നത്തെ അധികാരികളുടെ അനുവാദത്തോട് തന്നെ 20 കോൺവെൻറ്റുകൾ സ്ഥാപിച്ചു. പിന്നീട് മനസ്സിലാക്കുന്ന ഇപ്രകാരമാണ്: ജോൺ 2 മാർപ്പാപ്പ 5 രഹസ്യങ്ങൾ കൂടി, പ്രകാശത്തിൻ്റെ രഹസ്യങ്ങൾ കൂടി ജപമാലയിൽ കൂട്ടിച്ചേർത്തു. പിന്നീട് മദർ തെരേസ പങ്കുവയ്ക്കുന്ന ഇപ്രകാരമാണ്: അങ്ങനെ 20 കോൺവെൻറ്റുകൾ 20 ജപമാലയുടെ രഹസ്യങ്ങളെ സൂചിപ്പിച്ചുകൊണ്ട് റഷ്യയിൽ സ്ഥാപിക്കുവാൻ സാധിച്ചത് പരിശുദ്ധ കന്യാമൃത വലിയ ഇടപെടലാണെന്ന് മദർ തെരേസ പങ്കുവയ്ക്കുക. പിന്നെ നമുക്കറിയാമല്ലോ, റഷ്യയിൽ കമ്മ്യൂണിസം തകർന്നടിഞ്ഞതും അവിടെ വിശ്വാസം കത്തിപ്പടരുന്നതും ഒക്കെ പിന്നീടുള്ള അനുഭവങ്ങളാണ്. മദർ തെരേസ എന്ന് പറയുന്ന ഒരു വ്യക്തി പരിശുദ്ധ അമ്മ ഫാത്തിമയിൽ നൽകിയ സന്ദേശം ഏറ്റെടുത്തുകൊണ്ട് ജപമാല പ്രാർത്ഥിച്ച് അമ്മ കാതർ ലബോറയ്ക്ക് നൽകിയ അത്ഭുത മെഡൽ എങ്ങനെയെങ്കിലും റഷ്യയെ സ്ഥാപിക്കണമെന്നൊക്കെ ആഗ്രഹിച്ച് അതിനുവേണ്ടി പ്രാർത്ഥിച്ചൊരുങ്ങി പരിശ്രമിച്ച് അതവിടെ സ്ഥാപിച്ചു കഴിഞ്ഞപ്പോൾ ലോകത്തിൻ്റെ ഗതി തന്നെ മാറുന്ന വലിയ ഇടപെടൽ സംഭവിച്ചത് ചരിത്ര സംഭവമല്ലേ? പ്രിയമുള്ള സഹോദരങ്ങളെ, ഇതാണ് പരിശുദ്ധ അമ്മ നൽകിയ സന്ദേശങ്ങൾ നമ്മൾ ഏറ്റെടുക്കുമ്പോൾ ചരിത്രം പോലും തിരുത്തിക്കുറിക്കുന്ന അനുഭവം നമ്മുടെ ജീവിതങ്ങൾ അനുഭവിക്കാൻ സാധിക്കും, നമ്മുടെ കുടുംബങ്ങൾ അനുഭവിക്കാൻ സാധിക്കും, വ്യക്തിജീവിതം അനുഭവിക്കാൻ സാധിക്കും. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, ഫാത്തിമയെക്കുറിച്ച് കൂടുതലായി നമ്മൾ വരുന്ന എപ്പിസോഡുകളിൽ മനസ്സിലാക്കുമ്പോൾ ഇന്ന് മദർ തെരേസയുടെ ജീവിതത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഫാത്തിമ സന്ദേശം ജീവിച്ച മദർ തെരേസ, ജപമാല എല്ലാ ചൊല്ലിക്കൊണ്ടിരുന്ന മദർ തെരേസ, പരിശുദ്ധ അമ്മയുടെ മെഡൽ മറ്റുള്ളവർക്ക് പ്രചരിപ്പിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയുള്ള സ്നേഹം വർദ്ധിപ്പിച്ച മദർ തെരേസ, റഷ്യയുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പരിശുദ്ധ അമ്മ നൽകിയ സന്ദേശം അക്ഷരാർത്ഥത്തിൽ ഏറ്റെടുത്ത് അതിനുവേണ്ടി പരിശ്രമിച്ച മദർ തെരേസ. മദർ തെരേസയുടെ ജീവിതം നമുക്കൊരു മാതൃകയാകട്ടെ. പരിശുദ്ധ അമ്മയോട് ഐക്യപ്പെട്ടുകൊണ്ട് ഫാത്തിമ സന്ദേശങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ജപമാലയിൽ ആഴപ്പെട്ട ഒരു ജീവിതം നമ്മുടെ ഈ കാലത്ത് നമ്മൾ നയിക്കുമ്പോൾ ഈ കാലഘട്ടത്തെ പോലെ അതിജീവിക്കുവാനും ഈ കാലഘട്ടത്തിൽ ചരിത്രം പോലും അട്ടിമറിക്കുന്ന ദൈവീക ഇടപെടൽ നമ്മുടെ പ്രാർത്ഥനയിലൂടെ സംഭവിക്കുമെന്ന് ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഈ കാലഘട്ടത്തെ അതിജീവിക്കുവാൻ നമുക്കും പരിശ്രമിക്കാം. പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഓ മറിയമേ, എൻ്റെ അമ്മേ, ഞാൻ മുഴുവനും അമ്മയുടേതാണ്. എന്നെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വിക ദൈവത്തിൻ്റെ മാത്രം സ്വന്തമാക്കി മാറ്റണമേ. ആമേൻ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും സാന്നിധ്യ അനുഗ്രഹവും നിങ്ങൾ ഓരോരുത്തരോടുമൊപ്പം എന്നും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ആവേ മരിയ.